നമസ്കാരം ജെ ക്രിയേഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മേക്കിംഗ് വീഡിയോ, നമ്മളൊരു മിനിയേച്ചർ സെഡോണിന്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ നമ്മൾ അതിന്റെ ഫുൾ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇന്ന് കാണിച്ചു തരാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇതാണ് വണ്ടിയുടെ സൈഡ് ചെയ്യണതിന്റെ ആണ്. ഇപ്പൊ ഫ്രണ്ട് ഇതിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വേറൊരു വണ്ടി ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ സൈഡ് സെറ്റ് ചെയ്യണതാണ് നമ്മളിപ്പോ കാണിച്ചു തരുന്നത്. അപ്പോ അതിലെന്തൊക്കെ വേണ്ട, അതിന്റെ അളവുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഒരു ബിഗിനർക്ക് ബിഗിനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കാര്യങ്ങൾ എങ്ങനെയാ നമ്മുടെ ഒരു വണ്ടിയുടെ അളവ് ഇപ്പോ 15 സെന്റിമീറ്റർ വണ്ടിയിൽ നിന്ന് അതൊരു 20ന്റെ ഒക്കെ അല്ലെങ്കിൽ അത് 15ന് കുറയ്ക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അവൈൽ ചെയ്തപ്പോ ചിലപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ്. ഇതൊരു 15 സെന്റിമീറ്റർ വീതി വരുന്ന വണ്ടിയുടെ സൈഡ് ഭാഗമാണ്. ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ടൈം സൈഡ് കട്ട് ചെയ്തെടുക്കുക. ഒരു 60 സെന്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. 60 സെന്റിമീറ്റർ കട്ട് ചെയ്തെടുക്കുക. പിന്നെ 62 പോയിന്റ് സംതിങ് ആണ് ഇതിന്റെ നീളം ശരിക്കും വരിക. 62 അല്ലേ? അങ്ങനെയൊന്നുണ്ട്. അതെ, 62 വരുന്നത്. വെയിറ്റ് ഇത് അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കും പേപ്പർ എടുത്തൊന്ന് എഴുതി വെച്ചോ, ഒരു ബസ്സിൻ്റെ ഫോട്ടോയും വരച്ചിട്ട് എഴുതി വെച്ചോ. അങ്ങനെ അളവ് വരച്ചിടാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇടാം, പറ്റിയില്ലെങ്കിൽ ഞങ്ങളൊന്നും പറയരുത്, ഒന്ന് എഴുതി വെച്ചോട്ടോ. അത് ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 62.4 ഉണ്ട് കറക്റ്റ്. അപ്പം ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് ഇതൊരു ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള അളവ് വരുന്നത് 13.7, ബാക്കിൽ നിന്ന് ഇവിടേക്ക് 13.7. പിന്നെ എടാ അങ്ങോട്ട് അങ്ങടേലും ഇവിടെ നിന്ന് അങ്ങടേലും ഒരാളോ തന്നെയല്ലേ വരുന്നത്. എന്റെ പൊന്നളിയാ ഡോളോ തന്നെയല്ലേ എന്തേ. ഇതപ്പോ നമ്മുടെ വീൽ ആർച്ചിന്റെ സൈസ് വരുന്നത് 7 സെന്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ 7 സെന്റിമീറ്റർ. പിന്നെന്താ പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇതൊക്കെ മറന്നുപോയി. അത് തന്നെ അളന്നിട്ട് 24.4 വരും. ഈ 24.4 ഈ നമ്മുടെ ഈ വീലാർച്ചിന്റെ ഏറ്റം തൊട്ടിട്ട് ഏറ്റം വരെ 24.4. പിന്നെ 7 സെന്റിമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു 8 mm ഗ്യാപ്പ് ഇടണം. 0.8 ഗ്യാപ്പ് ഇടുക. അത് നമ്മുടെ ഇത് നോക്കണ്ട, ഈ ഗ്യാപ്പ് നമ്മൾ പിന്നെ നോക്കിയാൽ മതി. ഇതിപ്പോ ജസ്റ്റ് നോക്കാം. ഇതിപ്പോ ബാക്കി വരുന്നത് 7. പറയാറ നോക്കട്ടാ 7.8 ഇവിടുന്ന് ഇവിടും വരെ ഫ്രണ്ട് വരും. അതിപ്പോ നിങ്ങളെ ബാക്കിൽ നിന്ന് അളവെടുത്ത് വരിക വെച്ചാല് ഇവിടെ 7.8. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡോർ സൈസ് വരെ 5.3. അതപ്പോ മൊത്തം തെറ്റി പോകും. അല്ല, ഇതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം ചെയ്യാം. എനിക്ക് ബാക്കിൽ നിന്ന് അളവെടുത്ത് വരാനാണ് കുറച്ചും കൂടി സുഖം. ഇപ്പൊ നമ്മള് അടിവശം ഇങ്ങനെ നമ്മുടെ ഈ ഭാഗം വീലാർച്ചിന്റെ ഭാഗം എടുത്ത് വരുമ്പോ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അളവെടുത്ത് പോവുക. അതേമാതിരി തന്നെ ഈ ഫ്രണ്ട് ഈ ഇതില്ലേ നമ്മുടെ ഈ സാധനം ഈ വിൻഡോകൾ വരയ്ക്കുമ്പോൾ ഡോറ് ഇവിടെ നിന്ന് വരച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇവിടെ കറക്റ്റ് അളവ് കിട്ടും. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരും. 2-3 പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. അതല്ലേ, നീ എന്നെ അപ്പൊ നമുക്ക് ഇനി ഈ അളവ് പറഞ്ഞുതരാട്ടാ. ഇത് അളവ് വരുന്നത് ഇവിടെ നിന്ന് ബോട്ടത്തിൽ നിന്ന് ഇവിടെയും വരെ ഈ നമ്മുടെ ബീഡിങ്ങിന്റെ മോള് വശം വരെ വരുന്നത് 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ വരും. ഇവിടെ നിന്ന് ഈ ഇതിന്റെ ഗ്ലാസിന്റെ ബോട്ടം വരെ വരുന്നത് 4. ആ വീഡിയോ കളഞ്ഞിട്ടല്ലടാ എടുക്കുന്ന പൊട്ട. ഇത് 4.3 ആണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.3 തന്നെ വരെ. ഈ ബോട്ടത്തിൽ നിന്ന് ഈ സെൻട്രൽ ലൈൻ കണ്ടില്ലേ അവിടെ വരെ. ഈ സെൻട്രൽ ലൈൻ അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഇതില്ലേ ഈ എന്ത് പറയുന്നേ ബീഡിങ് അല്ലടാ. ആ ഗ്ലാസിന്റെ മറ്റേ വിൻഡോന്റെ ഫ്രെയിം വരുന്നത് ഇത് 6 ആണ് കേട്ടോ വരിക. ഈ ഭാഗം ഇത്ര 6 ആണ് വരിക.
കൺഫ്യൂഷൻ ആയല്ലോ തോന്നുന്നുണ്ടല്ലേ. എടാ അളവ് വെച്ചിട്ടല്ലേ അളവ് ഞാൻ സ്ക്രിപ്റ്റ് അല്ല മാമൻ കോമൺ മാൻ. അപ്പൊ ഇവിടെ നിന്ന് ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇവിടം വരെ ഈ നമ്മുടെ ക്വാർട്ടർ ഗ്ലാസിന്റെ ടോപ്പ് വരെ 2.4 സെന്റിമീറ്റർ, ഇതിന്റെ മുകളിലേക്ക് 0.6 വരും. അത് നമ്മൾ കട്ട് ചെയ്യാൻ ശരിയില്ലെങ്കിൽ 0.5 ആവും. 0.5 ആണ് അത് എക്സ്പീരിയൻസിന്നല്ലേ പറയണത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മ ഈ ഡിക്കിന്റെ ഭാഗങ്ങളൊന്നും ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങള് അളവ് വെച്ച് കട്ട് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിക്കിയുടെ സൈസ് കുറച്ച് സോറി മാൻ ഞങ്ങളുടെ ഡിക്കിയുടെ സ്പേസ് കുറച്ച് വലുതായിരിക്കും. കാരണം ഇതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ കൂതി കയറ്റാണ്ട്. അതുകൊണ്ട് 3 ഉണ്ടാവില്ല, ചിലപ്പോൾ 2 ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഡിക്കിയിൽ തന്നെ പറയാത്ത. ഡോറിന്റെ പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ സെഡ് കൊണ്ട് വരുന്നത് ഇവിടുത്തെ ഗ്ലാസിന് വെച്ചുള്ള വ്യത്യാസം കണ്ടോ. ഇത് ഇവിടെ നമ്മുടെ ഇതിന്റെ ഒരു സെന്ററിൽ നിന്ന് കുറച്ച് ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി നോക്കി ചെയ്യണം. അതിന് പ്രത്യേകിച്ച് അളവൊന്നും കഴിയുന്നില്ല. ഇത് വണ്ടി നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. കുറച്ചൊരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ കർവ് ഇങ്ങനെ ബാക്കിക്ക് പോണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ പോണ്ട്, ഇങ്ങനെ ഒരു ചെറിയ വെട്ട് ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഗ്ലാസിന്റെ ഷേപ്പ് അങ്ങനെയാണ് സെഡ് വേണ്ട. അപ്പൊ അത് നമുക്ക് ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇതിപ്പോ ഇതിന്റെ അളവും കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നു. അത് ഞങ്ങളിവിടെ എഴുതിയിടാം, നൈസായിട്ട് എഴുതിയിടാം. അതെന്നെ എഡിറ്റർക്ക് ഞാൻ എഴുതിക്കോളും. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം കേട്ടോ. ഇതിപ്പോ നമ്മള് പ്ലാറ്റ്ഫോം ആടാ പ്ലാറ്റ്ഫോം എന്നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയാ. എന്നുവെച്ചാ പരന്ന പ്രതലം, മനസ്സിലായ? പ്ലാറ്റ്ഫോം അങ്ങനെ പറയാ. നീ പോയോടുന്നത് നേരം കുറെ പിടിക്കും. ഇതിന്റെ അളവ് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എടുക്കണത് ഇതൊരു 2mm ഷീറ്റാണ്. ഇതിപ്പോ ഞങ്ങൾ എടുത്തത് 3mm ഷീറ്റാണ്. 2mm ഇത് 3mm ആണ്. എടാ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞത് നാളെ പറഞ്ഞത്. അത് 3mm ഷീറ്റ് ആണെങ്കിൽ നമ്മള് ഇവിടെ ഒരു 3mm വരും, ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു 3mm വരും. അപ്പൊ ടോട്ടല് 6mm. അപ്പൊ ഈ 6mm ഇതിന്ന് കുറച്ചെങ്കിലേ കറക്റ്റ് 15 സെന്റിമീറ്റർ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ നീളം 15 സെന്റിമീറ്റർ വണ്ടി ആണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം എടുക്കേണ്ടത് 14 പോയിന്റ് അതെ ടൂൾസ് ഒന്നും കാണാനില്ല. അത് കൈ തരാം. വിക്സ് വാങ്ങി കണ്ണി തേക്കുമ്പോഴാണ് നീവിടെ അത് ഇത് വാങ്ങി കണ്ണി തേക്കുന്നത്. അത് കണ്ണി തേക്കില്ല. അതെ ഈ 15 സെന്റിമീറ്ററിന്റെ കയ്യൊന്നും പോയി തേങ്ങ 15 സെന്റിമീറ്ററിന്റെ വണ്ടി വെച്ചാല് നമ്മുടെ ഉള്ളിലത്തെ പ്ലാറ്റ്ഫോം കട്ട് ചെയ്യേണ്ടത് 14.4 സെന്റിമീറ്ററിലാണ്. എന്നാലേ കറക്റ്റ് ഔട്ടർ 15 സെന്റിമീറ്ററിലേക്ക് വരുള്ളൂ. മനസ്സിലായില്ലേ? എത്ര സംഭവം പറയാൻ സമ്മതിക്കണ്ടേ? നിനക്ക് ഞാൻ നാളെ പറഞ്ഞത് നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാടാ. വിത്ത് പഞ്ചായത്ത് മേളം അല്ല, വിത്ത് പഞ്ചായത്ത് മേളം. ഇത് നൈസായിട്ട് നമ്മളിങ്ങനെ ഒരു ഈ ഇത് കിടന്ന് ആടി കളിക്കുന്ന കാരണം കൊണ്ട് ജസ്റ്റ് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് കുറച്ച് കയറിപ്പോയി. ഇത് കയറിണ്ടോ? ഇല്ല. ഇത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോം ഒട്ടിക്കുന്ന സമയത്ത് അളിയാ അയ്യോ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ഈ ലൈനിന്റെ ഒന്നെങ്കിൽ മുകളിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ അടിയിൽ ഒട്ടിക്കാം. അത് നമ്മുടെ വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് കുറച്ച് ലൈറ്റ് വർക്ക് അധികം ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടിയും മുകളിലേക്കാക്കി ഒട്ടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഒട്ടിക്കാം നമ്മുടെ വണ്ടി വരുന്നതിനനുസരിച്ച്. ഇത് കറക്റ്റ് നേരെ ഇവിടെ നിന്ന് ഒട്ടിച്ച് പോട്ടാ. മറ്റേ ഇത് ട്രൈ സ്ക്വയർ എന്ത് ചെയ്യും? ട്രൈ സ്ക്വയർ സെറ്റ് സ്ക്വയർ ഇതിങ്ങനെ കറക്റ്റ് ആയി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോ നമ്മൾ ലൈനിന്റെ മുകളിലാക്കി വെച്ച് ഒട്ടിക്കുന്നത്. കാരണം ഇതിൽ കുറച്ചധികം ലൈറ്റ് വർക്കും കാര്യങ്ങളും വരാണ്ട് സ്മോക്കും യൂണിറ്റും ഒക്കെ കയറുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് മുകളിൽ കയറ്റി വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ നൈസായിട്ട് ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻ കാണില്ലടാ, ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇല്ലടാ, നേരത്തെ ലൈൻ ഉണ്ടായിരുന്നു. ഇത് കാണിച്ചോടെ ഇപ്പുറത്തെ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അതെ നമ്മുടെ ഇവിടെ നിന്ന് കാണുന്നുണ്ട് അതില്. ഓക്കെ, എന്തൊരു ബുദ്ധി കൊണ്ട് ഉപ്പിലിട്ടേക്കിന്.
ഇവിടെ നമ്മള് ബാക്ക് സൈഡിലും ഞാൻ ഈ സംഭവം പറയാൻ മറന്നു. നമ്മളിത് ഈ ഉൾവശമാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ക്രോം പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്രോം പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിൽവർ സാധനം കിട്ടും. ടെക്സ്ചർ അതാണ് സ്ട്രക്ചറാണ് ശരി. കയ്യിന്ന് കളയാൻ വേണ്ടി ഇറങ്ങിക്കോളാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 6 സെന്റിമീറ്റർ എടുത്ത് ഒട്ടിച്ചോളൂ. കാരണം നമ്മുടെ ആ ബീഡിങ്ങിന്റെ ലൈനിലാണ് ഈ സാധനം വരിക. അപ്പൊ നമ്മൾ കുറച്ച് കയറ്റി ഒട്ടിക്കുന്നുള്ളൂ. ഇതിന്റെ താഴത്തേക്കാണ് ഒട്ടിക്കേണ്ടത്. വെച്ചാൽ ഇതിന്റെ നേരെ വെച്ചാൽ ഒട്ടിക്കേണ്ടത് ലൈനായിട്ട് കുറച്ച് കയറ്റി ഒട്ടിക്കും. കാരണം നമ്മുടെ വണ്ടിയിൽ കുറച്ച് നാൾ അവിടെ നമ്മുടെ വണ്ടിയിൽ കുറച്ച് നാൾ കയറ്റണ്ടേ, സ്മോക്ക് ഒക്കെ കേട്ടുണ്ടേ. അവര് കയറ്റണേ അവർ കയറ്റി ഒട്ടിക്കോട്ടെ. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ഇതിന് വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പ് കൊടുങ്ങല്ലോ എന്ന് പറഞ്ഞാൽ വൈകിനി എനിക്കറിയായിരുന്നു പറയാൻ വന്നത്. ആ ഭാഗ്യം, ഞാൻ വിചാരിച്ചോളം നീ അവിടെ വരെ എത്തിയില്ലല്ലേ. പ്ലാറ്റ്ഫോം ഒട്ടിക്കുമ്പോ ശ്രദ്ധിച്ച് ഒട്ടിക്കുക. എന്ത് സ്ലോത്താണോ നീ? സ്ലോത്ത് ആ മരത്തിന് മുകളിൽ കയറുന്ന പോണൊരു സാധനം നിനക്ക് പണി കിട്ടുന്നുണ്ടെ ഞാൻ അപ്പൊ വിഷയം മാറ്റിക്കോളാട്ടാ. നമ്മള് നല്ലോണം ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് നേരം പിടിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇത് കാണിച്ചു തരാം. പ്ലാറ്റ്ഫോം എടാ പീസ് ഐലൻഡ് അല്ലേ? പീസ് ഐലൻഡ് ആണെന്നുണ്ട്. അല്ല പ്ലാറ്റ്ഫോം അതന്നെ. പ്ലാറ്റ്ഫോം 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 എന്നല്ലേ പറയാ. ഇത് ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷ് ക്ലാസ് ഒന്നല്ലല്ലോ. മിനിയേച്ചർ ഉണ്ടാക്കിയല്ലേ, അത് പറഞ്ഞാ മതി. ആ എങ്ങനെ മൂട് വെറുതെ ആവശ്യമില്ലാണ്ടോ ഓരോന്നും കൊണ്ട് വന്നോളൂ. ആദ്യം കിടന്നു അവസാനം മറ്റേ സ്വപ്നം അങ്ങനെ ടെൻറ്റ് വരും. നല്ല സെറ്റപ്പ് ആയിട്ട് സാധനം ഒട്ടിച്ച് കൊടുത്ത് അങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇപ്പൊ ഈ സൈഡ് കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മളിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പോസ് ചെയ്തോ. ഓക്കെ, അപ്പൊ വെച്ചാൽ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂ. ഈ ഒരു സാധനം സെറ്റിംഗ് ആണ്, ഒരു ചെറിയൊരു വീഡിയോ. സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കിംഗ് വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് മതി. അപ്പൊ നമ്മൾ കുറച്ച് പിള്ളേര് നമ്മളോട് ചോദിച്ചു വെച്ചാൽ നമ്മളെ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീംസ് അവരൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു മേക്കിംഗ് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളത് ഇടാന്ന് പറഞ്ഞു തന്നു. നമ്മൾ ഇന്ന് മുതൽ ഇതിന്റെ മേക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മിക്കതും അടുത്തടുത്ത വീഡിയോകൾ വന്നോണ്ടിരിക്കും. ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിന്റെ ഉള്ളിൽ കുറച്ചധികം ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സെറ്റിംഗ് ഫുള്ള് നമ്മൾ കാണിച്ചു തന്നെയായിരിക്കും. അപ്പോൾ ഇതിപ്പോ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അതിന് പറയാനുള്ളൂ. സാധനം ഇങ്ങനെ നല്ല ഡീസൻ്റ് ഒട്ടിക്കുക. ഇവിടെ നമുക്ക് അപ്പണ്ട ഇതേമാതിരി ഇതാക്കരുത്. അതൊക്കെ ശരിക്കും ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒട്ടിക്കും. ഇതൊക്കെ വിട്ടുപോകും. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുക. ഈ സപ്പോർട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതൊക്കെ കൊടുക്കണം എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇത് കൊടുത്തില്ല നിൽക്കും, പക്ഷെ ശരിക്കും നിൽക്കില്ല. പിന്നെ ഈ കുറച്ചുകൂടി വലിയ വണ്ടിയാണ് വെച്ചാൽ 20 സെന്റിമീറ്റർ 17 സെന്റിമീറ്റർ ഒക്കെ വണ്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു താഴ്ത്തിക്ക് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്താലും മതി. പക്ഷെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോറക്സ് ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് വളഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ സ്കെയിൽ അളവ് ഇൻക്രീസ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്കെയിൽ അളവ് വലുതാക്കുക വെച്ചാൽ ഇതിപ്പോ ഒരു 15 സെന്റിമീറ്റർ വീതി വരുന്ന വണ്ടിയാണ്. അപ്പൊ ഏകദേശം 62 ആണല്ലോ നീളം വരുന്നത്. 62.4 നീളം വരിക. അപ്പോ നമ്മള് ഇതിന്റെ സ്കെയിൽ അളവ് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു 15 സെന്റിമീറ്റർ വണ്ടി 20 സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 20 സെന്റിമീറ്ററിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു 1.33 എന്നിട്ടൊരു ഇത് കിട്ടും. 1.3333 അങ്ങനെ കുറച്ച് ഉണ്ടാവും. അത് കൂട്ടായി അത് നമ്മുടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ 1.33 അന്നേരം കറക്റ്റ് അളവ് ശരിക്കും വരുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അത് വെച്ചിട്ട് ഇതിന്റെ എല്ലാ അളവുകളും ഈ ഓരോ അളവുകളും ഇതിന്റെ എല്ലാ അളവുകളും നമ്മൾ ഡിവൈഡ് ചെയ്ത് വീലിന്റെയും ഇതിന്റെ ഒക്കെ അളവുകൾ ഡിവൈഡ് ചെയ്യാം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ 20 സെന്റിമീറ്ററിന്റെ സ്കെയിൽ അളവിലേക്ക് കിട്ടും.
ഇനി നമുക്ക് ഇത് ചെറുതാക്കണമെങ്കിൽ ഇപ്പൊ ഒരു 15 സെന്റിമീറ്ററിന് ഒരു 7 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 15ന് ആ ചെറുതാക്കേണ്ട സംഖ്യ ഉണ്ട്. ഇപ്പൊ 10 സെന്റിമീറ്ററിനെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ വെച്ചാൽ എത്ര പേര് എനിക്ക് ഐഡിയ ഒന്നുമില്ല, കൂട്ടിയിട്ടൊക്കെ വേണം കാൽക്കുലേറ്റ്. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ കിട്ടണം. ഇതേമാതിരി ഒരു സംഖ്യ അതിനും കിട്ടും. അതിന് അത്ര ജില്ലക്ക് ഒന്ന് പോയിന്റ് തന്നിയാണ് കിട്ടുള്ളൂന്നുണ്ടല്ലേ. അപ്പൊ അന്നത്തെ അതിനെ ഇതിന്റെ എല്ലാ അളവുകളിൽ നിന്നും ഡിവൈഡ് ചെയ്യാം. മറ്റേത് ഇൻറ്റു ചെയ്യാം, ഇത് ഡിവൈഡ് ചെയ്യാം. അത്രയുള്ള സംഭവം. അപ്പൊ നമുക്ക് ഒരു വണ്ടിയുടെ ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള അളവിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് എനിക്ക് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ കാര്യം ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഇതിന്റെ ഫ്രണ്ടിന്റെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട് ഒട്ടിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്കറിയില്ലേ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കല്ലോ. അത് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. ഇനിയിപ്പോ ഇതിന്റെ അളവിന്റെ കാര്യത്തിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് മറ്റേ മെസ്സേജ് ആയിട്ടാ ലിങ്ക് ഞാൻ അടിയെ കൊടുക്കാം. പിന്നെ എന്നിട്ടാ വേറെ ഒന്നുമില്ല. ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.